കേരളം ജയിക്കും, UDF നയിക്കും. ലോക മേധാവിത്വത്തിൽ അമേരിക്കക്ക് കനത്ത തിരിച്ചടി നൽകാൻ സൗദി അറേബ്യ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ട്രംപ് നടത്തിയ ഒരു പ്രസ്താവന സൗദിയെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. MBS would be kissing my ass എന്നായിരുന്നു ട്രംപ് ഉപയോഗിച്ചിരുന്ന ആ ഒരു പ്രയോഗം. സൗദി കിരീടാവകാശി തന്നോട് വിധേയത്വം കാണിക്കുന്നു എന്ന രീതിയിൽ പറയാനാണ് ട്രംപ് ഉദ്ദേശിച്ചതെങ്കിലും ആ പറഞ്ഞ പ്രയോഗത്തെ ലോകം പലതരത്തിൽ സൗദിയെ നോക്കി കളിയാക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോയി. താൻ എന്തു പറഞ്ഞാലും MBS അനുസരിച്ചിരിക്കും എന്ന് തീർത്തും അവഹേളനപരമായ ഒരു പരാമർശമായിരുന്നു ട്രംപ് മുഹമ്മദ് ബിൻ സൽമാനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്. ലോകം അത് ചർച്ച ചെയ്തെന്ന് മാത്രമല്ല, ട്രംപിൻ്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള നേതാക്കളോടുള്ള സമീപനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് അത് വഴിവെച്ചു. പരമാധികാരമുള്ള ശക്തനായ നേതാവ് എന്ന MBSൻ്റെ പ്രതിച്ഛായക്ക് ട്രംപിൻ്റെ വാക്കുകൾ വലിയ ആഘാതമേൽപ്പിച്ചു എന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഈ അവഹേളനത്തെ സൗദി കാര്യമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് എന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് മറുപടിയായി ശക്തമായ നീക്കങ്ങൾ സൗദിയിൽ നിന്ന് ഉണ്ടാവുകയാണ്. വർഷങ്ങളായി തുടർന്നു വന്ന അമേരിക്ക സൗദി ആയുധ ഇടപാടുകൾക്ക് അന്ത്യം കുറിക്കുന്ന പ്രസ്താവനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞങ്ങളിനി അമേരിക്കൻ ആയുധങ്ങൾ മാത്രം വാങ്ങില്ല എന്നായിരുന്നു സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞത്. അമേരിക്കയുടെ താൽക്കാലിക നേതാവ് എന്നായിരുന്നു അദ്ദേഹം ട്രംപിനെ തിരിച്ച് വിശേഷിപ്പിച്ചതും. ഇതുവരെ അമേരിക്കയുടെ സൈനിക വ്യാവസായിക മേഖലയിലേക്ക് ഒഴുകിയിരുന്ന പണം വെറുമൊരു ബിസിനസ് മാത്രമായിരുന്നില്ല, യഥാർത്ഥത്തിൽ അതൊരു വിശ്വസ്തതയുടെ അടയാളമായിരുന്നു. വെറുതെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുകയായിരുന്നില്ല, അതിലുപരി അവരുടെ സഖ്യത്തിൽ തുടരാനുള്ള അവകാശം കൂടിയാണ് വാങ്ങിയിരുന്നത്. എന്നാൽ ഇന്നത്തോടുകൂടി അത് അവസാനിച്ചിരിക്കുന്നു എന്നാണ് MBSനെ ഉദ്ധരിച്ചുകൊണ്ട് ഹൗസ് ഓഫ് സൗദും കിൻസുമെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ട്രംപിൻ്റെ പരാമർശം ഉയർത്തി നിർണായക നീക്കങ്ങളിലേക്ക് കടക്കാൻ സൗദിയെ പ്രേരിപ്പിക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനം സൗദിയുടെ പരമാധികാരത്തെ അമേരിക്കൻ മേധാവിത്വം ഗൗരവമായി കാണുന്നില്ല എന്നതാണ്. എക്കാലവും അമേരിക്കയെ മാത്രം ആശ്രയിച്ച് ആയുധങ്ങൾ വാങ്ങുകയും പ്രതിരോധങ്ങൾ ശക്തമാക്കുകയും ചെയ്യുക എന്നതിന് പതിയെ വിരാമമിടാൻ സൗദി ഉദ്ദേശിക്കുന്നു. സൗദി മാത്രമല്ല, സുരക്ഷാ പ്രശ്നം ഉന്നയിച്ച് ഖത്തറും ഇതേ പാതയിൽ ചിന്തിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരികയാണ്. അറബ് രാഷ്ട്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് 12 ദിന യുദ്ധത്തിൽ ഇറാൻ ഖത്തറിനെ ആക്രമിക്കുന്നത്. ഏത് ആക്രമണങ്ങളെയും ചെറുക്കുമെന്ന അമേരിക്കയുടെ ഉറപ്പിൽ അന്ന് തന്നെ അറബ് രാഷ്ട്രങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ നടക്കുന്ന എല്ലാ ആക്രമണങ്ങളിലും അമേരിക്ക നോക്കുകുത്തി മാത്രമാണ്. ഇതൊരു വീണ്ടും വിചാരത്തിലേക്ക് അറബ് ഭരണകർത്താക്കളെ എത്തിക്കുന്നു എന്നതാണ് വാർത്ത. അമേരിക്കയോട് കലഹിക്കാനോ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കാനോ ഇവർ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ സുരക്ഷയും പ്രതിരോധവും ഒരു രാഷ്ട്രത്തെ മാത്രം ആശ്രയിച്ച് നീങ്ങുക എന്നതിനെ അവസാനിപ്പിക്കുക എന്നതാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നീക്കങ്ങളിലൂടെ ഗൾഫ് രാഷ്ട്രങ്ങൾ അമേരിക്കക്ക് നൽകുന്ന സൂചന. നേരത്തെ റഷ്യ, ചൈന എന്നീ രാഷ്ട്രങ്ങളുമായുള്ള ആയുധ കരാറുകൾക്ക് അമേരിക്ക ഈ രാഷ്ട്രങ്ങൾക്ക് മേൽ നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു. നിലവിൽ അമേരിക്കയുടെ പാട്രിയറ്റ് സുരക്ഷാ സംവിധാനങ്ങളും അത്യാധുനിക ആയുധങ്ങളും അമേരിക്കയിൽ നിന്നുള്ളതാണ്. പകരം എല്ലാ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് ചൈന, റഷ്യ, ഫ്രാൻസ്, ജർമ്മനി, തുർക്കി, പാകിസ്ഥാൻ, ബ്രിട്ടൻ തുടങ്ങിയവയും എല്ലാമായി ഒരുപോലെ വ്യാപാര സുരക്ഷാ ബന്ധത്തിൽ ഏർപ്പെടുക എന്നതാണ് സൗദി ഇതുവഴി മുന്നോട്ട് വെക്കുന്നത്. അതുവഴി സ്വയം പ്രതിരോധത്തിനുള്ള കഴിവിലേക്ക് രാജ്യത്തെ ഉയർത്തുക എന്നതാണ് സൗദി ലക്ഷ്യം വെക്കുന്നത്. ഇറാനേക്കാൾ ബില്യൺ കണക്കിന് ഡോളറുകൾ പ്രതിരോധത്തിനായി ചിലവഴിക്കുന്ന രാജ്യമാണ് സൗദി. എന്നിട്ടും അഥവാ $9 ബില്യൺ മാത്രമാണ് ഇറാൻ അവരുടെ പ്രതിരോധ ബജറ്റിൽ ഉൾപ്പെടുത്തുന്നത്. എന്നാൽ 78 ബില്യൺ ഡോളറാണ് സൗദിയുടെ ബജറ്റ് എന്ന് നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. എന്നിട്ടും ഇറാൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സ്വന്തമായി സൗദിക്ക് കഴിയാതെ പോകുന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ സൗദിയിൽ ഇപ്പോൾ നടക്കുകയാണ്. ഇത് മുൻനിർത്തിയാണ് ഒരു പുനർവിചിന്തനം അറബ് രാഷ്ട്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തീരുമാനം അമേരിക്കക്കുണ്ടാക്കുന്നത് കാലങ്ങളായുള്ള വിശ്വസ്ത വിനിമയ പങ്കാളിയെ നഷ്ടപ്പെടലാണ്. റഷ്യയ്ക്കും ചൈനയ്ക്കും ഉണ്ടാക്കുന്നത് പുതിയൊരു പങ്കാളിയെ ലഭിക്കുക എന്നതിനപ്പുറം പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ ആക്സസ് ലഭിക്കുകയും ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ബന്ധപ്പെടുത്താൻ സാധിക്കുകയും കൂടുതൽ വാണിജ്യ, വ്യാപാര, വ്യാവസായിക സാധ്യതകൾ ഉയർത്തിക്കൊണ്ടുവരികയുമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കമ്പോളത്തിൽ തിരിച്ചടി നേരിടുകയുമാണ്. ലോകത്തെ
ഏറ്റവും വലിയ ആയുധ ഉപഭോക്താവിന് നഷ്ടപ്പെടുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും തൊഴിൽ മേഖലയ്ക്കും ആയുധ മേഖലയ്ക്കും വലിയ തിരിച്ചടി ഉണ്ടാക്കും. കൂടാതെ മിഡിൽ ഈസ്റ്റിലെ അവരുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയുമായുള്ള വിശ്വാസ്യത ഇല്ലാതെയാവുകയും ചെയ്യുമെന്നതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. രാജ്യാന്തര ബന്ധങ്ങൾ പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായിരിക്കണമെന്നും സൗദി അറേബ്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലോ ഭരണാധികാരികൾക്ക് നേരെയോ ഉള്ള അധിക്ഷേപങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ല എന്നും വ്യക്തമാക്കാൻ കൂടി സൗദി ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാലങ്ങളായി അമേരിക്കക്ക് മുൻപിൽ ഇറാൻ വെക്കുന്ന നിർദ്ദേശവും ഇത് തന്നെയാണ്. പരസ്പര ബഹുമാനവും വിശ്വാസ്യതയും ഉറപ്പുവരുത്തിയാൽ മാത്രമാണ് ഏത് ചർച്ചയും അതിൻ്റെ യഥാർത്ഥ ഫലത്തിലേക്ക് എത്തുന്നത്. ഒരു ഭാഗത്ത് ഭീഷണിയുടെയും കളിയാക്കലുകളുടെയും വഴി അമേരിക്ക തിരഞ്ഞെടുക്കുന്നു. അതേസമയം തന്നെ ചർച്ചയ്ക്ക് വരാൻ നിർബന്ധിക്കുന്നു. ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആക്രമിക്കുന്നു. ഈ കാപട്യം ഉപേക്ഷിച്ച് പകരം വിശ്വാസ്യത കൈവരുത്തൂ എന്നാണ് ഇറാൻ അന്ന് പറഞ്ഞതെങ്കിൽ ഇതേ വാക്ക് ഇപ്പോൾ സൗദിയും പറയുകയാണ്. ഒരു രാജ്യത്തെ മാത്രം ആയുധങ്ങൾക്കായി ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കുക എന്നത് സൗദിയുടെ വിഷൻ 2030യുടെ ഭാഗമാണെന്നും ഇതിനായി ചൈന, റഷ്യ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായി കൂടുതൽ സഹകരിക്കുമെന്നും സൗദി അറിയിക്കുകയാണ്. ദ വാൾ സ്ട്രീറ്റ് ജേർണൽ, അൽ ജസീറ, ഫിനാൻഷ്യൽ ടൈംസ് എന്നിവ ഈ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. പെട്രോ ഡോളർ യുഗത്തിൻ്റെ അന്ത്യം എന്നാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കൻ ആയുധങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതോടെ സൗദിയും അമേരിക്കയും തമ്മിലുള്ള ദശകങ്ങൾ നീണ്ട സുരക്ഷാ ഉടമ്പടി അവസാനിക്കുകയാണെന്നും ഇത് ആഗോള സാമ്പത്തിക ക്രമത്തെ മാറ്റുമെന്നും വിലയിരുത്തുന്നു. അമേരിക്കയുടെ വലിയ നഷ്ടമെന്നാണ് അൽ ജസീറ പറയുന്നത്. അമേരിക്കൻ ആയുധ നിർമ്മാതാക്കളായ ലോക്ക് ഹീൽഡ് മാർട്ടിൻ, റേറ്റിയോൺ തുടങ്ങിയ കമ്പനികൾക്ക് ശതകോടിക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടമാണ് ഇതുമൂലം ഉണ്ടാക്കുക. ഇത് അമേരിക്കൻ ഓഹരി വിപണിയിൽ വൻ ഇടിവിനും കാരണമായിട്ടുണ്ട്. ചൈനയുടെ കടന്നുകയറ്റം എന്നാണ് ഫിനാൻഷ്യൽ ടൈംസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അമേരിക്ക ഒഴിച്ചിടുന്ന ഈ വിടവ് നികത്താൻ ചൈന അവരുടെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുമായി സൗദിയിലേക്ക് എത്തുന്നത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സ്വാധീനം പാടെ ഇല്ലാതെയാക്കുന്നതാണ്. എന്നാൽ സൗദിയുടെ നീക്കത്തോട് വളരെ കരുതലോടുകൂടിയാണ് വാഷിങ്ടൺ ഇതിന് പ്രതികരിക്കുന്നത്. തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെയാണ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അവർക്ക് നമ്മളെ ആവശ്യമുണ്ട്. അമേരിക്കയുടെ സുരക്ഷാ കവചമില്ലാതെ സൗദി അറേബ്യയ്ക്ക് ഒരാഴ്ച പോലും നിലനിൽക്കാൻ കഴിയില്ല എന്നും അവർ തിരികെ വരുമെന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇതൊരു താൽക്കാലികപരമായ വിലപേശൽ അഥവാ ബാർഗെയിനിങ് മാത്രമാണെന്നും വമ്പൻ ആയുധ കരാറുകൾ സൗദിക്ക് അത്ര പെട്ടെന്ന് വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല എന്നുമൊക്കെയാണ് ട്രംപിൻ്റെ ഉപദേശകരും കരുതുന്നത്. നിലവിൽ നിരവധി ആയുധ കരാറുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട്. അവ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ കഴിയില്ലെന്ന കണക്കുകൂട്ടലിലാണ് അമേരിക്ക. അമേരിക്കൻ ഭരണകൂടം ഈ വിഷയത്തിൽ അതേസമയം തന്നെ അതീവ ജാഗ്രതയിലുമാണ്. സൗദിയുമായുള്ള ബന്ധം വഷളാകാതിരിക്കാൻ ഉന്നത തലത്തിലുള്ള നയതന്ത്ര ചർച്ചകൾക്ക് അമേരിക്ക തുടക്കം കുറിച്ചിട്ടുണ്ട്. ധാരാളം ആശങ്കകൾ അമേരിക്ക ഇതുവഴി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലയിൽ അമേരിക്കയുടെ സ്വാധീനം കുറയുന്നത് തടയാൻ അവർ ശ്രമിക്കുകയാണ്. സൗദി അമേരിക്കൻ ആയുധങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ അത് അമേരിക്കയിലെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളെ ബാധിക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നറിയിപ്പ് നൽകുന്നു. ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ സൗദി അറേബ്യ ചേർന്നത് മുതൽ പാശ്ചാത്യ രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ടിരിക്കുന്നതിനെ കൂടുതൽ ജാഗ്രതയോടെ അമേരിക്ക നോക്കിക്കാണുന്നു. ഇതിനിടയിൽ തന്നെ അമേരിക്കൻ ആയുധങ്ങൾക്ക് പകരം ചൈനയുടെ സൈലന്റ് ഹണ്ടർ ലേസർ പ്രതിരോധ സംവിധാനവും HQ-9 മിസൈലുകളും വാങ്ങാൻ സൗദി ചർച്ചകൾ തുടങ്ങിക്കഴിയുകയും ചെയ്തു എന്നതും അമേരിക്ക ആശങ്കയോടെ നോക്കുകയാണ്. എന്നാൽ വിഷൻ 2030യുടെ ഭാഗമായുള്ള പദ്ധതികളാണ് യാഥാർത്ഥ്യമാക്കുന്നതെന്നാണ് സൗദി പറയുന്നത്. ഇത് മേഖലയിലെ സമാധാനത്തെ ആശ്രയിച്ചുമാണ് എന്നും സൗദി അവകാശപ്പെടുന്നു. പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങളുമായി പ്രതിരോധ കരാറുകളിൽ ഏർപ്പെടുന്നു. മാത്രവുമല്ല, പണ്ട് ഇറാനെ പേടിച്ചിരുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രയേലിനെയും അമേരിക്കയുടെ അപ്രതീക്ഷിത നീക്കങ്ങളെയുമാണ് ഏറ്റവും വലിയ ഭീഷണിയായി നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ മാത്രം ആശ്രയിക്കാതെ സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കാനും പ്രാദേശിക സഖ്യങ്ങൾ ഉണ്ടാക്കുവാനും ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. തുർക്കിയും ഇറാനുമായി ബന്ധം മെച്ചപ്പെടുത്തി മേഖലയിൽ സമാധാനം നിലനിർത്താനാണ് സൗദിയും ഖത്തറും മറ്റ് രാഷ്ട്രങ്ങളുമെല്ലാം ശ്രമിക്കുന്നത്. അതിനിടയിൽ ഏക തടസ്സം ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം മാത്രമാണ്. ഫലസ്തീൻ വിഷയത്തിൽ പരിഹാരത്തിലെത്താതെ ഇസ്രയേലുമായി ഒരു ഉടമ്പടിക്കും സഹകരണത്തിനും ഇല്ല എന്ന നിശ്ചയദാർഢ്യത്തിലുമാണ് സൗദിയുടെ ഈ ഒരു നീക്കം വളരെ അനിവാര്യമായ ഒരു നീക്കമായിട്ടാണ് ലോകം വിലയിരുത്തുന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ
വരും നാളുകളിൽ ആ മേഖലയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും സൗദി എടുക്കുന്ന ഈ ഒരു നിലപാട് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. സൗദി അറേബ്യ കേവലം ഒരു ആയുധ ഉപഭോക്താവല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ ഗതി നിർണ്ണയിക്കുന്ന ശക്തിയാണെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ട്രംപിൻ്റെ വാക്കുകൾക്ക് അദ്ദേഹം നൽകിയ മറുപടി കേവലം വൈകാരികമല്ല, മറിച്ച് ദീർഘവീക്ഷണമുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ്. നമ്മുടെ യൂത്തിന്റെ ഡ്രീം ഒക്കെ സെറ്റ് ചെയ്യാനേ 5 ലക്ഷം രൂപയാണ് ലോൺ, അതും ഇൻട്രസ്റ്റ് ഇല്ലാതെ. നമ്മുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന UDF തന്നെ നമ്മുടെ വോട്ട്. യുവ സംരംഭകർക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ. ഇത് UDF ഇന്ദിരാ ഗ്യാരണ്ടി. ഇനി ജനങ്ങൾ ജയിക്കട്ടെ. കേരളം ജയിക്കും, UDF നയിക്കും.